ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ച സമയത്ത് രോഹിത്തിന് പകരം ഗില്ലിനെ ക്യാപ്റ്റനായി വാഴിച്ചതും റോക്കോയുടെ ഭാവിയെക്കുറിച്ചുമെല്ലാം വലിയ രീതിയിൽ ചർച്ചകൾ വന്നിരുന്നു. എന്നാൽ അതുപോലെ തന്നെ ക്രിക്കറ്റ് സർക്കിളുകളിൽ നിറഞ്ഞു നിന്നൊരു താരമുണ്ട്, ഹർഷിത് റാണ, ഇന്ത്യയുടെ പേസർ. മറ്റുള്ളവരെ കഴിവുകൊണ്ട് ആരാധകർ പ്രശംസിക്കുമ്പോൾ റാണയെ ട്രോളിക്കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ട്രെൻഡിംഗ് ആക്കിയത്. ഓസ്ട്രേലിയക്കെതിരായ ഏകദിനത്തിലും 2020-ലും ഒരുപോലെ ഇടം പിടിച്ചത് 7 താരങ്ങൾ മാത്രമാണ്. അതിലൊന്ന് ഹർഷിത് റാണയായിരുന്നു. തുടർച്ചയായി അവസരങ്ങൾ നൽകുന്നതിൽ വലിയ വിമർശനവും വന്നു. പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ പെറ്റ് ക്വാട്ടയാണ് എന്ന ആക്ഷേപം വരെ എത്തി കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് KKRൽ ഹർഷിതിന്റെ ക്യാപ്റ്റനായിരുന്ന അജിങ്ക്യ രഹാനെ ചില രഹസ്യങ്ങൾ പരസ്യമാക്കിയത്. നിരന്തരമുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിനിലും ട്രോളുകളിലും ഹർഷിത് വലിയ വിഷമത്തിലായിരുന്നുവെന്നാണ് രഹാനെ പറഞ്ഞത്. സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകളെല്ലാം അവൻ വായിക്കാറുണ്ടായിരുന്നു. തൻ്റെ പ്രകടനം മികച്ചതാക്കാൻ നെറ്റ്സിലുൾപ്പെടെ കഠിനാധ്വാനം ചെയ്തിട്ടും അതൊന്നും വകവയ്ക്കാതെയുള്ള ഇത്തരം ട്രോളുകളിൽ ഹർഷിതിന് വിഷമമുണ്ടായിട്ടുണ്ട്. എന്നാൽ പിന്നീട് ആ വിമർശനങ്ങൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലെടുക്കാൻ ഹർഷിത് തീരുമാനിച്ചുവെന്നും ക്രിക്ബസിന് നൽകിയ അഭിമുഖത്തിൽ രഹാനെ പറഞ്ഞു. ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റനും സെലക്ഷൻ കമ്മിറ്റി മുൻ ചെയർമാനുമായിരുന്ന കൃഷ്ണമാരി ശ്രീകാന്ത് ഒരിക്കൽ പറഞ്ഞു, സിനിമകളിൽ കാണിക്കുന്നത് പോലെയുള്ള ഗിമ്മിക്കുകളാണ് ഹർഷിത് റാണ ചെയ്യുന്നത്. നന്നായി പന്തെറിയാതെ ഇത്തരം ഷോ കൊണ്ട് പ്രയോജനമില്ല. IPLലും ഷോ മാത്രമേ ഉള്ളൂ. ഗൗതം ഗംഭീറുമായുള്ള ബന്ധം കൊണ്ട് മാത്രമാണ് ഹർഷിതിന് അവസരങ്ങൾ ലഭിക്കുന്നത്. IPLൽ ഗംഭീർ കൊൽക്കത്തയുടെ പരിശീലകനായത് മുതൽ ടീമിൽ അംഗമാണ് ഹർഷിത് റാണ. അതിന് ഗംഭീർ തന്നെ മറുപടിയുമായെത്തി. യുവതാരങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ 2 വട്ടം ചിന്തിക്കണം, അനാവശ്യമായി വിമർശിക്കുന്നത് ഒഴിവാക്കണമെന്നും അന്ന് ഗംഭീർ പറഞ്ഞു. എന്നാൽ ഹർഷിതിനെതിരെ ഇന്ത്യൻ മുൻ താരം R അശ്വിൻ്റെ വിമർശനം അല്പം കൂടി കടന്നതായിരുന്നു. 2 വർഷം മുമ്പ് IPLൽ നിതീഷ് കുമാർ റെഡ്ഡിയെ പുറത്താക്കിയ ഹർഷിതിൻ്റെ ഒരു പന്തുണ്ടായിരുന്നു. ആ ഒരൊറ്റ പന്തിൻ്റെ ബലത്തിലാണ് അവൻ ടീമിൽ കളിക്കുന്നത്. അവന് ബാറ്റ് ചെയ്യാൻ കഴിയുമെന്ന് ആരോ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓസ്ട്രേലിയക്കെതിരെ ടീമിലെടുത്തത്. അതിൻ്റെ കാരണമറിയാൻ ഒരു തവണയെങ്കിലും സെലക്ഷൻ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കണമെന്നും അശ്വിൻ പരിഹസിച്ചു. ഓസ്ട്രേലിയക്കെതിരായ 2ാം ഏകദിനത്തിൽ തന്നെ പുച്ഛിച്ച അശ്വിനുള്ള മറുപടി ഹർഷിത് നൽകി, അതും ബാറ്റുകൊണ്ട്. 18 പന്തിൽ 3 ബൗണ്ടറികൾ ഉൾപ്പെടെ 24 റൺസ്. ആ മത്സരത്തിൽ മികച്ച സ്ട്രൈക്ക് റേറ്റ് ഹർഷിതിനായിരുന്നു. 45 ഓവറിൽ 8 വിക്കറ്റിന് 226 എന്ന നിലയിൽ നിന്ന് 264 വരെ എത്തിക്കുന്നതിൽ ഹർഷിതിന് വലിയ പങ്കുണ്ടായിരുന്നു. ബൗളിങ്ങിലേക്ക് വന്നപ്പോൾ അപകടകാരിയായ ഓപ്പണർ ട്രാവിസ് ഹെഡിനെയും പിന്നീട് സെഞ്ചുറിയിലേക്ക് കുതിക്കുകയായിരുന്ന മാത്യു ഷോട്ടിൻ്റെയും വിക്കറ്റ് എടുത്തു. ആ മത്സരം കേവലം 2 വിക്കറ്റിനാണ് ഓസ്ട്രേലിയ ജയിച്ചത്. ഇന്ത്യ 9 വിക്കറ്റിന് വിജയിച്ച 3ാം ഏകദിനത്തിൽ 4 വിക്കറ്റ് എടുക്കുകയും ചെയ്തു ഹർഷിത്. പിന്നീട് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ 3 മത്സരങ്ങളിൽ നിന്ന് 4 വിക്കറ്റ് മാത്രമായിരുന്നു സമ്പാദ്യം. പക്ഷേ ഇക്കോണമി അല്പം മെച്ചപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. 6.39 ആയിരുന്നു ഹർഷിതിൻ്റെ ഇക്കോണമി. ആകെ താരങ്ങളിൽ അർഷ്ദീപ് സിംഗും കേശവ് മഹാരാജും മാത്രമാണ് ആ പരമ്പരയിൽ 6-ൽ താഴെ ഇക്കോണമിയിൽ പന്തെറിഞ്ഞ താരങ്ങൾ. ന്യൂസിലൻഡിനെതിരായ വഡോദര ഏകദിനത്തിൽ ഹർഷിത് റാണ പന്തുകൊണ്ടും ബാറ്റുകൊണ്ടും തിളങ്ങി. മികച്ച തുടക്കം ലഭിച്ച ന്യൂസിലൻഡിൻ്റെ ഓപ്പണർമാരെ മടക്കി. മത്സരം ഇന്ത്യക്ക് അനുകൂലമാക്കിയത് ഹർഷിതാണ്. 1ാം വിക്കറ്റിൽ 21 ഓവറിൽ 117 റൺസാണ് ഡെവോൺ കോൺവേയും ഹെൻറി നിക്കോൾസും ചേർന്ന് നേടിയത്. എന്നാൽ തൻ്റെ 2ാമത്തെ സ്പെല്ലിൽ 2 ഓവറിനിടെയാണ് ഹർഷിത് ഇരുവരെയും പുറത്താക്കിയത്. ഹെൻറി നിക്കോൾസിനെ ഓഫ് സ്റ്റമ്പിന് പുറത്ത് പന്തെറിഞ്ഞ് രാഹുലിൻ്റെ കൈകളിലെത്തിച്ചു. കോൺവേയെ ബൗൾഡാക്കുകയും ചെയ്തു. 9 റൺസിൻ്റെ ഇടവേളയിലാണ് ഈ 2 നിർണായക വിക്കറ്റുകളും ഹർഷിത് നേടിയത്. ബാറ്റിങ്ങിലേക്ക് വന്നപ്പോൾ ഇന്ത്യ ചെറിയൊരു സമ്മർദ്ദത്തിലായിരുന്നു. എന്നാൽ 23 പന്തിൽ 29 റൺസ് എടുത്ത് ഹർഷിത് ഇന്ത്യയെ വിജയത്തിനടുത്തെത്തിച്ചു. 2 ബൗണ്ടറിയും 1 സിക്സറും ഹർഷിതിൻ്റെ ക്യാമിയോയിലുണ്ടായിരുന്നു. പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ KL രാഹുൽ പറഞ്ഞു, റാണ അദ്ദേഹത്തിൻ്റെ ജോലി വൃത്തിയായി ചെയ്തു. അതുകൊണ്ട് എനിക്കൊരു സമ്മർദ്ദവും ഉണ്ടായില്ല. റാണയുടെ സ്ട്രൈക്കിൽ ചേസിംഗ് ഈസിയായി. മത്സരത്തിന് പിന്നാലെ മാധ്യമങ്ങളോടായി ഹർഷിത് റാണയും പറഞ്ഞു, ടീം മാനേജ്മെൻറ്റ് തന്നോട് ബാറ്റിങ്ങിലും ശ്രദ്ധിക്കാനും ഓൾറൗണ്ടറായി തന്നെ വളർത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. പുതിയ വെളിപ്പെടുത്തലോടെ ഹർഷിത് റാണയാണോ ഇന്ത്യയുടെ അടുത്ത ഓൾറൗണ്ടർ മെറ്റീരിയൽ എന്ന ചർച്ച കൊഴുക്കുകയാണ്. നെറ്റ്സിൽ പതിവായി ബാറ്റിംഗ് പരിശീലനം നടത്താറുണ്ട് റാണ. ബൗളിങ്ങിനിടെ പരിക്കേറ്റെങ്കിലും വാഷിംഗ്ടൺ സുന്ദറിന് മുന്നേ തന്നെ, അതായത് 7ാം നമ്പറിലാണ് ഹർഷിത് ന്യൂസിലൻഡിനെതിരെ ഇറങ്ങിയത്. മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുകയും ചെയ്തു. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഒരു സെഞ്ചുറി കൂടിയുള്ള താരമാണ് ഹർഷിത് റാണ എന്ന് കൂടി ഓർക്കുക. അങ്ങനെ ഏകദിനത്തിൽ പേസ് ബോളിംഗ് ഓൾറൗണ്ടർ എന്ന രീതിയിൽ മാനേജ്മെൻറ്റ് ഇനി ഗ്രൂം ചെയ്തെടുക്കുന്നത് ഹർഷിത് റാണയായിരിക്കും.
ജസ്പ്രീത് ബുംറയുടെ അഭാവത്തിൽ ന്യൂ ബോളിൽ വിക്കറ്റ് എടുക്കാനുള്ള കഴിവാണ് ഹർഷിത് റാണയ്ക്കുള്ള പ്ലസ് പോയിന്റ്. ഒന്നിൽ കൂടുതൽ ഓൾറൗണ്ടർമാർ എന്നത് ടീം ഇന്ത്യയുടെ ഏറെ നാളായുള്ള രീതിയാണ് എല്ലാ ഫോർമാറ്റിലും. ഹർദിക് പാണ്ഡ്യയുടെ അഭാവത്തിൽ രവീന്ദ്ര ജഡേജയും വാഷിംഗ്ടൺ സുന്ദറുമാണ് ഇന്ത്യയുടെ ഏകദിനത്തിലെ ചോയ്സ്. നിതീഷ് കുമാർ റെഡ്ഡി സ്ക്വാഡിലുണ്ടെങ്കിലും പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്തിയില്ല. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2020 പരമ്പരയിൽ പാണ്ഡ്യയ്ക്കൊപ്പം ദുബെയെയാണ് പരിഗണിച്ചത്. ടെസ്റ്റിൽ നിരന്തരം 3 ഓൾറൗണ്ടർമാരെ പരിഗണിക്കാറുണ്ട് ഇന്ത്യ. ജഡേജ, വാഷിംഗ്ടൺ സുന്ദർ, അക്സർ പട്ടേൽ, നിതീഷ് എന്നിവരെയാണ് മാറ്റി ഇന്ത്യ കളിപ്പിക്കാറ്. ഇന്ത്യ ചാമ്പ്യന്മാരായ ഏഷ്യ കപ്പ് 2020-ക്ക് ശേഷം തന്നോട് ബാറ്റിങ്ങിൽ കൂടി ശ്രദ്ധിക്കാൻ ഗംഭീർ പറഞ്ഞിരുന്നുവെന്ന് നമ്പർ 1 T20 ബോളറായ വരുൺ ചക്രവർത്തി വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഓൾറൗണ്ടർമാരെ അമിതമായി കുത്തിനിറയ്ക്കുന്നത് ബുദ്ധിശൂന്യമായ ചിന്തയാണെന്നാണ് മുൻ പേസർ വെങ്കടേഷ് പ്രസാദ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാരും ബൗളിങ്ങിലേക്ക് കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സാഹചര്യം ഇതോടെ വന്നുവെന്നും അതവരുടെ ബാറ്റിംഗ് ടെക്നിക്കിനെ ബാധിച്ചിട്ടുണ്ടെന്നും പ്രസാദ് കൂട്ടിച്ചേർക്കുന്നു.